പണ്ട് ഒരു ദിവസം ഒരു സ്ഥലത്ത് പോയി. അപ്പോൾ അയ്യോ എന്തായാലും ഉണ്ടോ മണം കേട്ട് അറിയാതെ ഉറങ്ങിപ്പോയി. അപ്പോൾ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലജിത. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്റെ ചെറിയ ഒരു പാചകവും അതോടൊപ്പം തന്നെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും നിങ്ങളിലേക്ക് പങ്കുവെക്കാനാണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. ഹായ്, എന്ത് രസം പൂ കാണാൻ. അയ്യോ എന്തായാലും ഉണ്ടോ. ഹായ് അമ്മ അമ്മ അന്നയില്ല, ഒരു വലിയ കൊണ്ട് കുത്താൻ വന്നു. എന്നിട്ട് കുത്തിയോ? ഇല്ല, ഞാൻ ഓടി. മടുത്തുപോയി. അമ്മ എന്നെ ഉണ്ടാക്കുന്ന ഇന്നേ ഒരു സ്പെഷ്യൽ പലഹാര കുഞ്ഞുണ്ടാക്കി തരാൻ പോണാട്ടാ. കുഞ്ഞിതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു പലഹാരം. കുഞ്ഞെ, അമ്മയോടെ ചേച്ചിമാരൊക്കെ ചോദിക്കോ കുഞ്ഞു പാട്ട് പാടുവോന്ന്. ഒരു പാട്ട് പാടാവോ? പാടൂല. ഞാനേ ഒരു കുഞ്ഞു വണ്ടിന്റെ കഥ പറഞ്ഞു കേട്ടെ. താമരപ്പൂ ഇറങ്ങിപ്പോയേ. പറ. ഒരിടത്ത് ഒരു റോസപ്പൂ ഉണ്ടായിരുന്നു. റോസ് പോലെ റോസച്ചെടി. അപ്പൊ അതിനകത്ത് പൂവിനകത്ത് ഒരു കുഞ്ഞു വണ്ട് ഒരു അമ്മ വണ്ട് താമസിച്ചു. അപ്പൊ അമ്മ വണ്ട് ഒരു ദിവസം ഒരു സ്ഥലത്ത് പോയി. അപ്പൊ അമ്മ സ്ഥലത്ത് പോയോ? എന്തിന്? ചുമ്മാ തേടിപ്പോയി. അപ്പൊ അമ്മ പറഞ്ഞു കുഞ്ഞു വണ്ട് അങ്ങോട്ടും പറന്ന് പോകല്ലെന്ന്. അപ്പൊ കുഞ്ഞു വണ്ട് പറഞ്ഞു ശരി അമ്മ, ഞാൻ പോകൂല. അപ്പൊ അമ്മ പോയി. അപ്പൊ കുഞ്ഞു വണ്ടിനൊരു മോഹം, അതിനൊന്ന് പറന്നാലോന്ന്. അപ്പൊ അത് പറന്നു നോക്കി. ഹായ് എന്ത് രസം പറഞ്ഞേ. അപ്പൊ അവിടെ നിറച്ച് പൂക്കളുണ്ട്. ഹായ് എന്ത് രസമുള്ള പൂക്കളെന്ന് കുഞ്ഞുവണ്ട് പറഞ്ഞു. അപ്പൊ കുഞ്ഞുവണ്ട് തടാകത്തിന്റെ ആവശ്യത്തൊക്കെ പോയപ്പോ അവിടെ ഒരു താമരപ്പൂ നന്നായിട്ട് വിടർന്നിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് കുഞ്ഞുവണ്ടി വന്ന് കേറിയാലോന്ന് മോഹം. അപ്പൊ കുഞ്ഞുവണ്ടി കേറി പോയപ്പോ താമരപ്പൂവിന്റെ അകത്തൊരു മണയില്ലേ. ആ മണം അടിച്ചിട്ട് കുഞ്ഞുവണ്ടി വീണ്ടും അത് കേറി. അപ്പൊ കുഞ്ഞുവണ്ടി മണം കേട്ട് അറിയാതെ ഉറങ്ങിപ്പോയി. അപ്പൊ രാത്രി ആയപ്പോ താമരപ്പൂ അടഞ്ഞു പോയി. എന്ത് ചെയ്യും? അപ്പൊ രാത്രി ആയപ്പോ അമ്മ തീറ്റയും കൊണ്ടുവന്നു. അപ്പൊ അമ്മ നോക്കുമ്പോ കുഞ്ഞാനെ റോസപ്പൂനെ കാണുന്നില്ല. അപ്പൊ അമ്മ കുഞ്ഞാനെ എല്ലാം തിരക്കി. അപ്പൊ രാവിലെ അമ്മ കുഞ്ഞാനെ തിരക്കി കണിക്കായിരുന്നു. അപ്പൊ രാവിലെ ഈ താമരപ്പൂ വിടർന്നില്ലേ. അപ്പൊ കുഞ്ഞുവണ്ടി നോക്കുമ്പോ തന്റെ അമ്മയില്ലേ കുഞ്ഞുവണ്ടിനെ നോക്കിക്കൊണ്ട് നടക്കുന്നേ കുഞ്ഞുവണ്ടി കണ്ടത്. അപ്പൊ കുഞ്ഞുവണ്ടി ഓടി അമ്മ അടുത്ത് ചെന്ന് അമ്മ ഇനി ഞാൻ അമ്മേനെ വിട്ട് പോകത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവരുണ്ടോ താമരപ്പൂയി താമസാക്കിയില്ല. അതിന് എന്താ മനസ്സിലാക്കണ്ടേ? അമ്മമാര് പറയുന്നത് കുഞ്ഞുകൊണ്ട് കേൾക്കണം. അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും. വെള്ളം ഒഴിക്കുന്നു. ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇനി ഇത് വേവണം. കുറച്ച് വെന്താൽ മതി, ഒത്തിരി വേവണ്ട. മൂടി വെച്ച് വേവിക്കാട്ടോ. ഇല്ലില്ല കുഞ്ഞേ, അവിടെ ഇരിക്കുന്ന ആ പഞ്ചസാരയും കപ്പലണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ എടുത്തോണ്ട് വരാവോ? പഞ്ചസാരയൊക്കെ ഇങ്ങത്താ. നമുക്കിത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാട്ടോ. ഉപ്പിങ്ങെടുക്കാവോ മോനെ? പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഇനി നമ്മുടെ കപ്പലണ്ടിപ്പരിപ്പ് അവിടെ വെച്ചിട്ടുണ്ട് കുഞ്ഞിനുള്ളത് കേട്ടോ. മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. വെള്ള എള്ളും കറുത്ത എള്ളും. രസമുണ്ടല്ലേ? ബ്ലാക്ക് ആൻഡ് വൈറ്റ്.
ഇനി ഇതൊക്കെ നല്ലവണ്ണം അങ്ങ് ഇളക്കി കൊടുത്തിട്ട് അങ്ങോട്ട് മൂടി വെച്ച് അങ്ങോട്ട് വേവിക്കണം. എന്നിട്ട് ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ ഇളക്കി 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 അത് ശരിക്കും ഡ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് ഒരു നാരങ്ങ നീരോടെ നമ്മൾ അങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കും. കുഞ്ഞിൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ടല്ലേ? ആയി. ഇത് കണ്ടോ കുഞ്ഞിന്റെ പലഹാരം റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പൊ തരാം കേട്ടോ. പുളി കാണും, മധുരം കാണും, ഉപ്പ് കാണും, നല്ല ടേസ്റ്റാ. ഇപ്പൊ തരാം ഒന്ന് മാറട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും കണ്ടല്ലോ. ഇത് വളരെ എളുപ്പത്തിൽ, അതുപോലെ തന്നെ നല്ല പുളിയും മധുരവും ഒരു ഉപ്പും ഒക്കെ കൂടെ കൂടിയിട്ടൊരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു പലഹാരം തന്നെയാണ് കേട്ടോ ഇത് നിങ്ങളാരും ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഇനി ട്രൈ ചെയ്യണം കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പലഹാരം തന്നെയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചേരുവകളും അതുപോലെ തന്നെ അതിൻ്റെ അളവുകളൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ പ്ലാസ്റ്റിക് ചട്നി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ രേഖപ്പെടുത്താനും കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി.